രാവിലെ തന്നെ ഞാനും കുഞ്ഞിനും കൂടെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെയൊക്കെ കയറിയിട്ടാട്ടോ വന്നത്. ശാലിന് കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളിന്ന് പോവുകയാണല്ലോ, പിന്നെ ഇത് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മീനും വാങ്ങിച്ചിട്ടുണ്ട്. മീൻ കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു. കുറേ നാളായിട്ട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിക്കാറേ ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നു. അപ്പോൾ പിന്നെ നമ്മളും അങ്ങ് വാങ്ങിച്ചാണ്, കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അല്ലേ. പിന്നെ ഇതാ നമ്മളിന്ന് പൊതിച്ചോറ് കെട്ടാനുള്ള ഒരു ഒരുക്കങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓരോന്ന് റെഡിയാക്കുന്നത്. അമ്മ അവിടെ അവിയലിന് വെക്കുന്നുണ്ട്, ഞാൻ തോരന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ മുട്ടയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീൻ കുഞ്ഞിന് വേണ്ടി പൊള്ളിക്കാൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ അരപ്പ് വരട്ടി വെച്ചതേ ഉള്ളൂ. സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പൊള്ളിച്ചില്ല കേട്ടോ. പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പിന്നെയും ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് വരുന്ന വഴിക്ക് പിന്നെ കുഞ്ഞിൻ്റെ മുടിയെല്ലാം വെട്ടിയതിന് ശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി, വിശക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നെ ഇലയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ചോറും അങ്ങനെ പൊതി കെട്ടി നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ചിരുന്നാലല്ലേ പൊതിച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് വെച്ചതിന് ശേഷം എന്താ ശാലുമൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം ഈ ബാഗിനകത്തൊക്കെ എടുത്ത് വെക്കുകയാണ്. കുറേ സാധനങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം കൊടുത്തു വിടുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇവൾക്കത് കൊണ്ടുപോകാൻ പറ്റണ്ടേ. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അവൾക്ക് അധികം ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഒരുവിധമൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമ്മുടെ പൊതിച്ചോറ് ഇരുന്ന് അവിടെ നിന്ന് മാടി വിളിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളത് കഴിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.